ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഒരു അറബിക് സ്വീറ്റ് ആയിട്ടാണ് ലുക്കേമത്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ്. മാത്രമല്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ലുക്കേമത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു ബോളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദക്ക് ഞാനൊരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ആ ഒരു അളവിലാണ് നമുക്ക് ഈ മാവ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്താൽ ഇത് ആക്റ്റീവ് ആവില്ല. അപ്പോൾ ഇളം ചൂടുള്ള വാം വാട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇത് ഞാനൊരു മണിക്കൂർ ഇത് മാറ്റി വെക്കുന്നുണ്ട്, നന്നായിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ മാവ് നന്നായിട്ട് സെറ്റാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദക്ക് ഏകദേശം ഞാൻ എടുത്തത് ഒരു ടീസ്പൂണ് ഈസ്റ്റ്, ഒരു ടീസ്പൂണ് പഞ്ചസാര, പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കോൺഫ്ലവർ ചേർത്തത്. ഈ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആവും ഇത്. അപ്പോൾ ഒരു കപ്പ് മൈദക്ക് എപ്പോഴും ഒരു ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ ചേർക്കാനൊന്ന് ശ്രദ്ധിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒരു ബാറ്ററാക്കി മാറ്റണം. അപ്പോൾ കട്ടയില്ലാതെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട്, ഒരു മിക്സർ ഉപയോഗിച്ചിട്ട്, ഒരു മിക്സിങ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി മാറ്റണം. അപ്പോൾ കുറച്ച് മാത്രം ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയുള്ള മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് 10 മിനിറ്റിൻ്റെ ആ സമയത്ത് തന്നെ നമുക്ക് എണ്ണ ചൂടാക്കാൻ പറ്റും, ഓയിൽ ചൂടാക്കാൻ വെക്കാം ഇവിടെ. അപ്പം തന്നെ ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതിൻ്റെ മാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ കുറച്ചൊന്ന് കയ്യിൽ നമുക്ക് എടുത്താൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇഡ്ഡലി മാവിനെക്കാട്ടും കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൈമേലെ വെച്ചാൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, ഈ കാണുന്ന പോലെ തന്നെ. അപ്പോൾ അതിന് ആ ഒരു മാവ് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കാനൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്പൂൺ വെച്ചിട്ടും ചെയ്യാം. പക്ഷേങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ കൈമേൽ കുറച്ച് എടുത്തിട്ട് താഴോട്ട് ഡ്രോപ്പ് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പ് ഇത് ബോളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ പല കഥകളൊക്കെ ഉണ്ട്. എന്താ പറയണ്ടേ, നമ്മൾ ഗ്ലോബൽ വില്ലേജിലെല്ലാം പോകുന്ന ആ സമയത്ത് നമ്മൾ അവിടുന്ന് കഴിക്കുന്ന ഒരു മെയിൻ സംഭവമല്ലേ ഈ ലുക്കൈമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഓർമ്മയും കൂടിയാണ് ഇത്. അപ്പോൾ അറബിക് ആൾക്കാരെല്ലാം ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കൗതുകമാണ്. അപ്പം നല്ലൊരു സ്വീറ്റ് ഡിഷ് അല്ലേ ഇത്. അപ്പോൾ അവരെ സ്പെഷ്യൽ ഒക്കേഷൻസ് എല്ലാം ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റം അല്ലേ. അപ്പോൾ നമുക്കും ഇത് കൂടുതൽ മലയാളികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ് ലുക്കൈമത്ത്. അപ്പോൾ ഇത് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് അവർ ഉണ്ടാക്കുന്ന കാണുന്നത്. കൈകൊണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കാനെന്ന് മറക്കല്ലേ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കുറച്ച് സമയം ഇതിനെടുക്കുള്ളൂ. ഏകദേശം നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്യേണ്ട ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആയിട്ടുള്ള ആ ഒരു സമയം വേണ്ടു. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ ആ ഒരു സമയം വേണ്ടു. അത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ലുക്കൈമത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണേൻ്റെ അകത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ സിറപ്പും മേലെ
കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഡേറ്റ് സിറപ്പ് നിങ്ങളുടെ കൈമേലില്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഇട്ടാലും മതി. അപ്പോൾ എൻ്റെ അടുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രം. മേലെ വെളുത്ത എള്ളും കൂടെ ഇടുന്നതാണ് ഇതിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈല്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.